വേദവാക്യമായി ഇപ്പോൾ എടുക്കാൻ പറ്റുമോ? ഇ ഡി പറയുന്നതെല്ലാം വേദവാക്യമായി കൊണ്ടു നടന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഈ പോയിന്റ് ഓഫ് ടൈമിൽ ഡൽഹിയിലെ വിഷയത്തിൽ എന്താണ് നിലപാട്? ഇ ഡി ഇപ്പോൾ പറയുന്നത് വേദവാക്യമായി എങ്ങനെ എടുക്കാം? അവർ പിന്നെ പൊളിറ്റിക്കൽ ഡിഫൻസിലേ എടുക്കുള്ളൂ. ഈ നടപടിയിൽ ഡിവൈഎഫ്ഐ രാഷ്ട്രീയമായി നേരിടുമോ? എന്തെങ്കിലും സമരപരിപാടികൾ പ്രഖ്യാപിക്കും? അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരും, സ്വാഭാവികമായ പ്രതിഷേധം ഉയർന്നു വരും. ഞങ്ങളിതുവരെ ആഹ്വാനം ചെയ്തിട്ടില്ല എവിടെയും. ആഹ്വാനം ചെയ്യാതെ തന്നെ കണ്ണൂരിലും കോഴിക്കോടുമെല്ലാം നമ്മൾ കണ്ടു. സ്വാഭാവികമായി ഈ ചെങ്കൊടിയെ പ്രതിരോധിക്കാൻ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ജനക്കൂട്ടത്തെ നിങ്ങൾ കണ്ടു. ആഹ്വാനം വന്നിട്ടേ ഉള്ളൂ. ആഹ്വാനം വരുന്നതിന് മുമ്പുള്ള കാഴ്ചയാണ് കണ്ടത്. ആഹ്വാനം പറയുന്നില്ലേ ഉള്ളൂ. ഇനി ഞങ്ങളുടെ നേതാക്കൾ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണാൻ പോകുന്നതേ ഉള്ളൂ. ആഹ്വാനം വന്നില്ലാന്നേ. ആഹ്വാനത്തിന് മുമ്പ് തന്നെ ഇറങ്ങിയ ജനത്തെയാണ് നിങ്ങൾ കണ്ടത്, പാർട്ടിയെയാണ് നിങ്ങൾ കണ്ടത്. ആഹ്വാനത്തിന് ശേഷമുള്ള പാർട്ടിയെ കാത്തിരുന്ന് കാണൂ. പ്രതിസന്ധി എന്താണ്? പിണറായിക്കെതിരായുള്ള നടപടിയാണോ അതോ വീണയ്ക്കെതിരായുള്ള നടപടിയാണോ? ഇത് പാർട്ടിയെ വേട്ടയാടുന്നതാണ്. ചോദ്യം മനസ്സിലായി. ആ കുത്തിരിപ്പ് ചോദ്യം കയ്യിൽ വെച്ചിരുന്നാൽ മതി. ചോദ്യം പാർട്ടിക്കെതിരായിട്ടുള്ള പറഞ്ഞല്ലോ. ഇത് ചെങ്കൊടിയെ പ്രതിരോധിക്കലാണ്, പാർട്ടിയെ പ്രതിരോധിക്കലാണ്. പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് ഇല്ലാത്തൊരു കേസ്. എന്ത് കേസായത്? കേസിൻ്റെ മെരിറ്റ് മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാത്തതാണ്. മാത്യു കുഴൽനാടൻ സുപ്രീം കോടതിയിലേക്ക് വന്നതല്ലേ, എടുത്ത് ദൂരെ എറിഞ്ഞില്ലേ? അതെ, പറയട്ടെ, വെയിറ്റ് ചെയ്യൂ. ഇതെല്ലാം ഇതിൻ്റെ മുമ്പിൽ തന്നെയാണല്ലോ നടന്നത്. അപ്പോൾ എനിക്കറിയാം ഈ ചോദ്യങ്ങളെല്ലാം എവിടെ നിന്നുണ്ടാകുന്നുവെന്നും ഈ ചോദ്യങ്ങളെല്ലാം എന്തിലേക്ക് നീങ്ങുന്നുവെന്നും. അതെല്ലാം നല്ല ഒന്നാന്തരം കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളാണ്. ഇ ഡിയെ പേടിക്കുന്നില്ല, പിന്നല്ലേ നിങ്ങൾ 4-5 പേരുടെ കുത്തിത്തിരിപ്പ് ചോദ്യം കയ്യിൽ വെച്ചിരുന്നാൽ മതി. അതാ ഞാൻ പറഞ്ഞത്. ഇ ഡിയെ പേടിക്കുന്നില്ല, പിന്നെയല്ലേ ഭരണകൂടത്തെ പേടിക്കുന്നില്ല, പിന്നെയാണ് നിങ്ങൾ മാധ്യമങ്ങളല്ല, നിങ്ങൾ 1-2 പേരുടെ കുത്തിത്തിരിപ്പ് ചോദ്യം അതവിടെ നിൽക്കട്ടെ. അതാ പറഞ്ഞത്. നിങ്ങളുടെ ആ ചോദ്യത്തെ നിങ്ങളുടെ ഈ ചോദ്യത്തെ നിങ്ങൾ ഈ നിലയിൽ ചോദിക്കുന്നത് പിണറായിയുടെയും ഈ പാർട്ടിയുടെയും ചോര കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനെ ഞാൻ ഈ നിമിഷം വിശദീകരിക്കുന്നത്, അതിനോട് പ്രതികരിക്കുന്നത് ഈ നിമിഷത്തിലെ കുത്തിത്തിരിപ്പ് ചോദ്യമെന്നാണ്. ആ കുത്തിത്തിരിപ്പ് ചോദ്യം കയ്യിൽ വെച്ചാൽ മതി എന്നാണ് അതിൻ്റെ മറുപടി. പറയട്ടെ. പിന്നെ നിങ്ങളുടെ ഈ കുത്തിത്തിരിപ്പ് ചോദ്യമല്ല, അതിനും അപ്പുറത്തുള്ള നിങ്ങൾ സ്വയം അപഹാസ്യരാകരുത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇന്ന് പുലർച്ചെ 6 മണി മുതൽ CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ വീട്ടിൽ, അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയുമായിരുന്ന സഖാവ് PM മുഹമ്മദ് റിയാസിൻ്റെ ഉമ്മയും ഉപ്പയും മാത്രമുള്ള വീട്ടിൽ ഒക്കെ റെയ്ഡ് എടുത്താണ്. ഈ റെയ്ഡിൻ്റെ മുമ്പിൽ ഞങ്ങളതിനെ പ്രതിരോധിക്കാൻ തെരുവിലിറങ്ങുന്ന ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് ദയവായി കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ള ഒരു മര്യാദ ഈ നിമിഷം മാധ്യമങ്ങൾ പുലർത്തണം. അതാണ് എല്ലാവർക്കും നല്ലത്. ഇന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞത് പാർട്ടി തന്നോടൊപ്പം നിന്നു എന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല. കോടിയേരി ജീവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു, അത് ഞാനിപ്പോൾ ചെയ്യുന്നു, റെയ്ഡിനെ എതിർക്കുന്നു. വിമർശനം വരുന്നത് എവിടെയാണ്? ആ സമയത്ത് പാർട്ടിക്കെതിരായിട്ടുള്ള ആക്രമണമാണ് ഇത് എന്ന് പാർട്ടി വിലയിരുത്തി എന്ന് ഇപ്പോൾ ജനറൽ സെക്രട്ടറി പറഞ്ഞ കാര്യത്തിൽ ഈ വിഷയത്തിൽ ബിനീഷിനെ സംരക്ഷിക്കാൻ പാർട്ടി ഇറങ്ങുന്നില്ല എന്നാണ് വാർത്താ സമ്മേളനത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. ഈ വിഷയത്തിൽ, അതായത് ഇപ്പം നടക്കുന്ന റെയ്ഡിൻ്റെ വിഷയം വരുമ്പോൾ താങ്കളെപ്പോലെ അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ പറയുന്നു ഇത് പാർട്ടിക്കെതിരായിട്ടുള്ള ആക്രമണമാണെന്ന്. ഇതേ ബിനീഷ് കോടിയേരി പാർട്ടി മെമ്പർഷിപ്പ് കിട്ടാൻ 4 മാസമായിട്ട് നടക്കുകയാണ്. ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ഇരട്ടനീതിയാണോ? അല്ല, അത് നിങ്ങൾ ചോദിക്കുന്നത് ഏഷ്യാനെറ്റിൻ്റെ ചോദ്യം വളരെ വ്യക്തമാണ്. നിങ്ങൾ കാണേണ്ടത് ഇന്ന് പുലർച്ചെ 6 മണി മുതൽ ഇ ഡി തടവിൽ വെച്ചിരിക്കുന്നത് വീണ വിജയനെ അല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് പിണറായി വിജയനെയാണ്. 2, ഈ നിമിഷം വരെ ഇ ഡി തടവിൽ വെച്ചിരിക്കുന്നത് വന്ധ്യവയോധികരായ PM മുഹമ്മദ് റിയാസിൻ്റെ ഉമ്മയെയും വാപ്പയാണ്. ഇ ഡിയുടെ ആ കണ്ണിൻ്റെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇ ഡിയുടെ ഈ വേട്ടയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഇമാതിരി കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ ചോദിച്ചാൽ പൊന്നു സഹോദര, അതിന് അനൗചിത്യമെന്നല്ലാതെ അതിനപ്പുറത്തൊരു വാക്ക് ഈ സ്ക്രീനിൽ നിന്നുകൊണ്ട് ഇപ്പോൾ എനിക്ക് പറയാൻ തരമില്ല. അതുകൊണ്ടാണ് മാത്രമോ, അതിന് പരിമിതി മനസ്സിലാക്കിയോ. പിന്നീടാണെങ്കിൽ നേരെ പറയാൻ നല്ല വാക്ക്. ശരി, 2 കോൺഗ്രസ് നേതാക്കളുടെ പേരും ഇപ്പോഴത്തെ UDF മന്ത്രിസഭയിലുണ്ടായിരുന്ന 2 പേരുടെ പേരും അന്ന് ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അവർക്കെതിരെ അന്വേഷണം നടക്കുന്നില്ല. അവർ ഈ മന്ത്രിസ്ഥാനത്ത് തുടരണമോ അതോ രാജിവെക്കണോ? അല്ല, ഇതിനകത്ത് ഇപ്പോൾ അതിനെ സംബന്ധിച്ച് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇപ്പോഴത്തെ പോയിന്റിലെ പ്രശ്നം ബാലഗോപാൽ മനസ്സിലാക്കേണ്ടത് CPIMനെതിരായിട്ടുള്ള വേട്ടയാണത്. ഞങ്ങളുടെ നിലപാടതാണ്.